ഭാരതത്തിൽ അവനവന് യുക്തമെന്ന് തോന്നുന്ന ഇഷ്ടമുള്ള പന്ഥാവിലൂടെ ഇഷ്ടമുള്ള ഈശ്വര രൂപങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി എന്ന പരമമായ ഒന്നിലേക്ക് എത്തിച്ചേരാനുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരു മനുഷ്യന് ആവശ്യമായ സമഗ്രജ്ഞാനം ഒരു പുസ്തകത്തിൽ ലഭ്യമാക്കണമെന്ന് ഭാരതീയർ ഒരിക്കലും നിർബന്ധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1280ഓളം ധർമ്മഗ്രന്ഥങ്ങളാണ് ഭാരതീയർക്കുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. 4 വേദങ്ങൾ, ആ വേദങ്ങളുടെ ശാഖകൾ, അവയോടനുബന്ധിച്ച ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇവയെല്ലാം നേരത്തെ സൂചിപ്പിക്കേണ്ടായി. വേദാംഗങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും സ്മൃതികളും എല്ലാം ചേർക്കുകയാണെങ്കിൽ ഓരോ സനാതന ധർമ്മവിശ്വാസിക്കും ഓരോ ഭാരതീയനും അവനവന് ഇഷ്ടമുള്ളത് എന്ന് തോന്നുന്ന പന്ഥാവിലൂടെ ചരിച്ച് ആ വിഷയം പഠിച്ച് അതിൽ എത്രത്തോളം ഉയരാൻ ആഗ്രഹമുണ്ടോ അവിടം വരെ എത്താനുള്ള സ്വാതന്ത്ര്യം ഭാരതീയ ഋഷിവര്യന്മാർ ഓരോ വിഭാഗത്തിൽപ്പെട്ട ഭാരതീയനും നൽകിയിരുന്നു. അതുകൊണ്ട് അറിവുകൾ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുകയും അവയെല്ലാം നിത്യവസന്തം പോലെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഒരേ അറിവ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അത് എവിടെയെങ്കിലും താല്പര്യക്കുറവ് വന്ന് ഒരിക്കൽ കൈമോശം വന്ന് പോവുകയാണെങ്കിൽ എന്നത്തേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു എന്ന് മാത്രമല്ല, വിവിധ ശാഖകളുമായി ബന്ധപ്പെടുന്ന അറിവുകൾ മാനവരാശിക്ക് ലഭ്യമാക്കാനും അത് വിഷമത ഉണ്ടാക്കുമായിരുന്നു. ഈ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഭാരതീയമായ സർവ അറിവുകൾ പകരുന്ന സ്രോതസ്സുകളും ആധാരമാക്കിയിരിക്കുന്നത് വേദങ്ങളാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൽ 4 വേദങ്ങളാണുള്ളത് എന്നും വിവരിക്കുകയുണ്ടായി. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാരാൽ അപൗരുഷേയമെന്ന് പറയപ്പെടുന്ന കാലങ്ങൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് വളരെ അടുക്കും ചിട്ടയോടും കൂടി രചിക്കപ്പെട്ട വേദമന്ത്രങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ചെറുപ്പം മുതൽക്കേ പഠിപ്പിക്കേണ്ടതായ ഒരു വിജ്ഞാന ശാഖയാണ് വേദങ്ങൾ എന്നും ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ടായി. ഈ വേദങ്ങൾ യഥാർത്ഥത്തിൽ 10 ശ്രുതിയോട് കൂടിയാണ് വിവരിക്കുന്നത്. എന്നാണത് രചിക്കപ്പെട്ടത് എന്നറിഞ്ഞുകൂടാ. അതിൻ്റെ ശ്രുതികൾക്ക് മാറ്റം വരുത്താൻ ആർക്കും അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ഒരേ വേദത്തിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് കൂടുതൽ ചേർക്കുകയോ അല്പം മാറ്റം വരുത്തുകയോ ചെയ്തിട്ട് പുതിയ വേദശാഖ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഭാരതീയർ കൊടുത്തിരുന്നു. ഉദാഹരണം, ഋഗ്വേദം എന്ന ഉജ്ജ്വലമായ ആ ഗ്രന്ഥത്തിന് യഥാർത്ഥത്തിൽ 25 റിസൻഷൻസ് ആണുള്ളത്. ചില പുസ്തകം നോക്കിയാൽ 27 റിസൻഷൻസ് എന്ന് കാണാം. യജുർവേദത്തിന് 100 അല്ലെങ്കിൽ 101, 108, സാമവേദത്തിന് 1000, അഥർവവേദത്തിന് 50 റിസൻഷൻസ് അഥവാ ശാഖകൾ കാണാം. ഈ ശാഖകൾക്ക് ഒരിക്കലും ബ്രാഞ്ചസ് എന്ന് പറയാറില്ല. കാരണം പ്രധാനപ്പെട്ട വേദത്തിൽ നിന്ന് അല്പം ചേർക്കുകയോ അറേഞ്ച് ചെയ്യുകയോ ചെയ്തിട്ടാണ് പുതിയ ശാഖകൾ, റിസൻഷൻസ് ഭാരതീയ ഋഷിവര്യന്മാർ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ശാഖകൾ, ശാകലശാഖ, ഭാഷ്കളശാഖ, സാംഖ്യായന ശാഖ, കൗശീതകി ശാഖ തുടങ്ങിയ ശാഖകൾ, ആ ഋഗ്വേദത്തിലെ ഓരോ ശാഖകൾ തമ്മിൽ ചില അക്ഷരങ്ങളുടെ, ചില പദങ്ങളുടെ, ചില വരികളുടെ വ്യത്യാസം കൊണ്ട് ശാഖകളുണ്ടായി. യജുർവേദത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവസാന ഭാഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. ഋഗ്വേദത്തിൽ നിന്ന് ധാരാളം മന്ത്രങ്ങളെടുത്ത് അതിനെ അല്പവും കൂടി വ്യത്യസ്തമായ ശ്രുതികളിലാക്കിയിട്ടാണ് യജുർവേദ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ വേദങ്ങളെ 4ആയി വിഭജിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഋഗ്വേദം ജ്ഞാനകാണ്ഡവും, യജുർവേദം കർമ്മകാണ്ഡവും, സാമവേദം സംഗീതവും കലയും ആധാരമാക്കിയുള്ള ഗ്രന്ഥവും, അഥർവവേദം
ഭാരതീയ ഭൗതിക ജീവിതത്തിൻ്റെ സമഗ്രമായ വിവരണങ്ങളെ സ്പർശിക്കുന്ന ഗ്രന്ഥവുമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ വേദങ്ങൾ 4 പകുത്തത് കൃഷ്ണദ്വൈപായനനാണ്, വേദവ്യാസനാണ് എന്ന് പറയുമ്പോഴും വെറുതെ 4 മുറിക്കുകയല്ല ചെയ്തത്, 4 പുസ്തകങ്ങളിലാക്കി എഴുതുകയല്ല ചെയ്തത്. മറിച്ച് ഒരേ വേദമന്ത്രങ്ങൾ ചിലപ്പോൾ 4ലും വന്നിരിക്കാം, ചിലപ്പോൾ തികച്ചും പുതിയവ ഉണ്ടായി എന്ന് വരാം. ഇത് ജ്ഞാനകാണ്ഡത്തിൻ്റെയും യാഗയജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്ന കർമ്മകാണ്ഡത്തിൻ്റെയും സപ്തസ്വരങ്ങളും നൃത്തനൃത്യങ്ങൾക്കും ആധാരമായ സംഗീത കലകളടങ്ങുന്ന സാമവേദവും അതുപോലെ രോഗം, രോഗചികിത്സ, രഥാരോഹണം തുടങ്ങിയ അഥർവവേദ വിഷയങ്ങളടങ്ങുന്ന 4ാമത്തെ വേദവും ചേർന്ന രൂപത്തിലാണ് കൃഷ്ണദ്വൈപായനൻ അഥവാ വേദവ്യാസൻ ഈ വേദങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഭാരതീയ ചിന്താധാരകളെല്ലാം വേദാടിസ്ഥാനത്തിലുള്ളതാണെന്ന് പറയുന്നത്? അതിന് കാരണം ഈ വേദങ്ങളുടെ അക്ഷരങ്ങൾ, പദങ്ങൾ, വരികൾ, ഋക്കുകൾ പ്ലസ് അനുവാകങ്ങൾ, സൂക്തങ്ങൾ ഇവയെ ആധാരമാക്കിയിട്ടാണ് മറ്റ് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ഏതുപോലെ ഒരു റോസാപ്പൂവ് ഒരു കവി എങ്ങനെ കാണുന്നോ, ബോട്ടണി പ്രൊഫസർ എങ്ങനെ കാണുന്നോ, അതുപോലെ തന്നെ റോസാപ്പൂവ് ഒരു കെമിസ്ട്രി പ്രൊഫസർ എങ്ങനെ കാണുന്നു, റോസാപ്പൂവ് ഒരു പൂക്കച്ചവടക്കാരൻ എങ്ങനെ കാണുന്നു, അതേ റോസാപ്പൂവ് സാധാരണക്കാരൻ, ഒരു സ്ത്രീ, ഇവരൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതുപോലെ വേദങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ, ഭൗതിക, ഭാഷാപരമായ ആ ഇൻഹറൻ്റ് നോളജിനെ വികസിപ്പിച്ചിട്ടാണ് മറ്റ് വിഷയങ്ങൾ രൂപം കൊണ്ടത്. അതുകൊണ്ട് ഭാരതീയർ പറയാറുണ്ട്, എല്ലാ ഭാരതീയ അറിവുകളുടെയും സ്രോതസ്സ് വേദഗ്രന്ഥങ്ങളാണ് എന്ന്.